വയനാട് അമരക്കുനിയിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്കിടെ വീണ്ടും വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചു കൊന്നു. പുൽപ്പള്ളി ആടിക്കൊല്ലി ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് കൊന്നത്. ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്ററോളം അകലെയാണിത്. കൂടുതൽ വിവരങ്ങൾ അനൂപ് നൽകും. അനൂപ്, 1.5 ആഴ്ചയോളമായി കടുവ ജനവാസ മേഖലയിൽ തുടരുന്നു. കടുവയെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വളർത്തുമൃഗത്തെ കൂടി കൊന്നിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയ്ക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസവും ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും കടുവയുടെ ആക്രമണം പ്രദേശത്തുണ്ടായിരിക്കുന്നത്. പുൽപ്പള്ളി ആടിക്കൊല്ലി ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് പുലർച്ചെ 2 മണിയോടുകൂടി കടുവയെത്തി ആക്രമിച്ചു കൊന്നത്. ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം അകലെയാണിത്. അതേസമയം വനപ്രദേശത്ത് നിന്ന് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പോൾ ആ ദൂരപരിധി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം. 3-ാം ദിനവും ഇന്ന് വിപുലമായ സന്നാഹത്തോടുകൂടി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും കടുവയുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. തെർമൽ ക്യാമറ വെച്ച് ഡ്രോൺ വെച്ച് ഉള്ള പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഏതായാലും കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വീട്ടുകാർ ഇത് കടുവയെ കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് കടുവ ഓടിപ്പോവുകയായിരുന്നു. അതായിരുന്നു സംഭവം. ഫോറസ്റ്റുകാർ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. ഈ വിധത്തിൽ ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തും വനവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. 4 കൂടുകൾ ഈ വിധത്തിൽ ഈ പ്രദേശത്തുണ്ട്. അതോടൊപ്പം 23 നിരീക്ഷണ ക്യാമറകളും പ്രദേശത്തുണ്ട്. ഏതെങ്കിലും വിധത്തിൽ വനവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറകളിൽ ഈ കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ ചിത്രം കഴിഞ്ഞ ദിവസം പതിഞ്ഞിട്ടില്ല. എന്നാൽ കടുവയുടെ ഒരു സഞ്ചാരപഥം വനവകുപ്പ് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കടുവ. വളരെ അവശ്യ നിലയിലാണ് ഈ കടുവയുടെ ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം വളരെ ദുഷ്കരമാണ്. പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടാനാകും എന്നായിരുന്നു ഇന്നലെ വനവകുപ്പ് പ്രതീക്ഷിച്ചത്. ഇന്നലെ കൂടുകളിലോ മറ്റോ കയറാനുള്ള ഒരു സാധ്യതയും ഇന്നലെ കൂടുതലായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയും മറ്റും അതിനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. എന്നാൽ ആ പ്രദേശത്ത് നിന്ന് വിട്ടുപോവുകയാണ് കടുവ ചെയ്യുന്നത് എന്നതാണ്. ആ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ നിരന്തരം മാറി സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് വനവകുപ്പിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് ഒരു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ആ വിധത്തിൽ ആ പ്രദേശത്ത് ആളുകൾ കൂട്ടം കൂടുകയും മറ്റും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കടുവയെ ട്രാക്ക് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഏതായാലും വനംവകുപ്പ് നീങ്ങും. അതേതായാലും ഇനി പുലർച്ചയോടുകൂടി തന്നെ ആരംഭിക്കും. അതിന്റെ നടപടികളെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പ്രധാനമായി നടക്കുക. ഏതായാലും ഈ പ്രദേശത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത് ഒരു ആശങ്ക ഈ പ്രദേശത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും അനൂപ്, വയനാട് അമരക്കുനിയിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രമങ്ങൾ തുടരുന്നതിനിടെ വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചു കൊന്നു. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.